അള്ളാഹുവിനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ദിക്റുകളെ സംബന്ധിച്ച് ഇവരുടെ നിലപാട് തികച്ചും അദ്വൈതത്തിന് അനുകൂലമായ നിലപാട്. ആ നിലപാട് സ്വീകരിച്ചവരാണ് ഇവർ. എന്ന് മാത്രമല്ല, അതിനനുസൃതമായ നിലക്ക് ദിക്റുകൾ ഉണ്ടാക്കിയവരാണ് ഇവർ. ദിക്റുകൾ പോലും ആ രൂപത്തിൽ മാറ്റിയവരാണ്. അള്ളാഹുവിന്റെ ഖുർആൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണങ്ങൾ, അതും മറികടന്നുകൊണ്ട് പുതിയ പുതിയ വ്യാഖ്യാനങ്ങളും അതുപോലെ തന്നെ പുതിയ പുതിയ ദിക്റുകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് മുസ്ലിം സമുദായത്തെ വിശ്വാസരാഹിത്യത്തിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിച്ച ആളുകളാണിവർ. അതിന് തെളിവാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. എന്റെ കയ്യിലുള്ളത് ബീരാൻ ഔലിയാപ്പാപ്പ എന്ന പേരുള്ള പുസ്തകമാണ്. ഈ പുസ്തകം എഴുതിയത് KVM പന്താവൂര് എന്ന് പറയുന്ന ആളാണ്. ഇതിൽ ഒരു ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ആ ചരിത്രം? അതേ, ഒരു ശൈഖും ഒരു മുരീദും. ആ ശൈഖിന് ചുമ ബാധിക്കുകയാണ്. ഇതിൽ കുര എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ കുര ബാധിച്ചിട്ട് ഈ മുരീദ് ശൈഖിന്റെ അടുക്കിലേക്ക് വന്നു, കുര മാറണം. അപ്പൊ ശൈഖ് പറഞ്ഞു, കുര മാറണമെങ്കിൽ 8 ദിവസം ഉറക്കം നിൽക്കണം എന്നാ. അങ്ങനെ ഇയാള് 9 ദിവസം ഉറക്കം നിൽക്കണം എന്നാ പറഞ്ഞു. അങ്ങനെ 9 ദിവസം ഉറക്കം നിൽക്കണം എന്ന് 8 ദിവസം ഇയാൾ ഉറക്കം നിന്നു. 9ാമത്തെ ദിവസമായി. 9ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോ ഇയാള് ഷെയ്ഖ് ഇയാളുടെ അടുക്കലേക്ക് വന്നിട്ട്, എന്താ ഉറങ്ങിയോ? അപ്പൊ ഷെയ്ഖിനോട് മുരീദ് പറഞ്ഞു, ഇല്ല, ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല, കുര മാറണ്ടേ, ചുമ മാറണ്ടേ, അതിനുവേണ്ടി ഉറക്കം നിൽക്കാണ്. അപ്പോ ഈ 9ാമത്തെ ദിവസം ഷെയ്ഖ് മുരീദിന്റെ അടുക്ക് വന്നിട്ട് പറയാണ്, എന്ത്, ഈ ഉറക്കം നിന്നത് കൊണ്ട് മാത്രവും കുര മാറൂല, കുര മാറണമെങ്കിൽ കുറച്ച് ദിക്റും കൂടെ ചെല്ലണം. എന്താ ദിക്റ്? മുരീദ് ചോദിച്ചപ്പോ ഷെയ്ഖ് പറഞ്ഞു കൊടുക്കണം, എന്ത്, ലാ കണ്ണ ഇല്ലല്ലാഹ് 100 വട്ടം ഇത് ചെല്ലണം. അത് ചൊല്ലിക്കഴിഞ്ഞാലോ ലാ മൂക ഇല്ലല്ലാഹ് 1000 വട്ടം ചെല്ലണം. അപ്പൊ ഈ മുരീദ് ചോദിച്ചു, 100 പോരെ? 100 മദീന്ന് ഇപ്പോ സമ്മതവും കൊടുത്തു. പിന്നെന്താണ്? ഹാ ഹി ഹു ഹം ഹും ഉഹു, വേറെ ദിക്ർ. അത് 100 വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ദിക്ർ ചെല്ലണം. പിന്നെയോ അത് കഴിഞ്ഞാല് ലാ പല്ല ഇല്ലല്ലാഹ്. ഇങ്ങനെ ഓരോരോ ദിക്റുകളും ഇങ്ങനെ എണ്ണം കൂടി പോവുകയാണ്, താഴോട്ട് താഴോട്ട്. ആ ഓരോ ദിക്റിലും കാണാം ലാ കാദ ഇല്ലല്ലാഹ്, ലാ നാക ഇല്ലല്ലാഹ്, ലാ പുക്ല ഇല്ലല്ലാഹ്, ലാ തലവല വാല ഇല്ലല്ലാഹ്. ഈ പുസ്തകത്തിന്റെ തന്നെ വേറൊരു ഹെഡിങ്, ലാ പുത്രൻ ഇല്ലല്ലാഹ്, ലാ ബാപ ഇല്ലല്ലാഹ്. ഈ രൂപത്തിലുള്ള ദിക്റുകൾ അടിച്ചു വെക്കുകയും അത് ജനങ്ങൾ വാങ്ങുകയും ആ രൂപത്തിലുള്ള ദിക്റുകളൊക്കെ ജനങ്ങൾ അനുവർത്തിക്കുകയും ചെയ്തപ്പോ മുജാഹിദികൾ ചോദിച്ചു, അല്ലടോ, ഇതെന്ത് ദിക്റ? ഇതെന്ത് ദിക്റാണ്? ഇതാര് പഠിപ്പിച്ച ദിക്റാണ്? ലാ കാദ ഇല്ലല്ലാഹ് എന്ന ദിക്റോ, അതുപോലെ ലാ നാക ഇല്ലല്ലാഹ് എന്ന ദിക്റോ? ഇങ്ങനെ മുജാഹിദികള് ചോദ്യം ചെയ്തപ്പോ പേരോട് സക്കാഫി വന്നു. വന്നിട്ട് അദ്ദേഹം വിശദീകരണം നൽകുകയാണ്. എന്താണ് അതിന്റെ അർത്ഥമെന്നറിയുമോ? നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കാരണം അത് ഔലിയാക്കന്മാരുടെ ഭാഷയാണ്, ഔലിയാക്കന്മാരുടെ വിശദീകരണമാണ്. ആ ഔലിയാക്കന്മാരുടെ വിശദീകരണം സാധാരണക്കാർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അതിന്റെ യഥാർത്ഥമായ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം, അതിന്റെ യഥാർത്ഥമായ വിശദീകരണം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് വാദിച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം നൽകുന്ന വിശദീകരണം വളരെ രസകരമാണ്. ആ വിശദീകരണം നിങ്ങളൊന്ന് കേൾക്കണം. അദ്ദേഹം ഒരു വാചകം അങ്ങനെ പറഞ്ഞാൽ അതിന് എന്താണ് അർത്ഥം എന്ന് അദ്ദേഹം തന്നെ വിവരിച്ച് അതേ പുസ്തകത്തിലില്ലേ? എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ അർത്ഥം? അത് ചില സൂഫിയാക്കൾ ചിലപ്പോൾ അങ്ങനെ ചില വാചകങ്ങൾ പറയും. ഏതുപോലെ ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു ലദി തങ്ങൾ ഫതുർ റബ്ബാനിയിൽ പറഞ്ഞു കാണാം, ലാ അന ഇല്ലാ അൻത എന്ന് പറയുന്ന മഹാന്മാരും ലാ അന ഇല്ലാ അൻത എന്താണ് അതിന്റെ അർത്ഥം? ഞാനില്ല, ഇല്ല അൻത അല്ലാഹുവേ നീ മാത്രമേ ഉള്ളൂ, ഞാനില്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു ഉള്ളതിൽ പറയാനില്ല. എന്നെ നീ ഉണ്ടാക്കിയിട്ടുണ്ടായി, നീ നശിപ്പിക്കുക, നശിച്ചു പോവും. ഒരു ഉള്ളതിൽ പറയാനില്ല, ഞാനൊരു ഉള്ളതിൽ പറയാനില്ല. മറിച്ച് ഇല്ല അന്ത നീ മാത്രമാണ് ഉള്ളത്. കാരണം നിന്നെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടായതല്ല, നിനക്ക് നാശം ഇല്ല, നീ ഉണ്ടായതിന് തുടക്കം ഇല്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉള്ളവൻ നീ മാത്രമാണ്. ഞങ്ങളുടെ ഈ ഉണ്ടാകലൊന്നും ഒരു ഉണ്ടാകലായി പറയാനില്ല. കാരണം നീ ഉണ്ടാക്കിയിട്ടുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഉള്ളവൻ നീയാണ്. ഇത് തന്നെയാണ് ഔലിയാക്കൾ ചിലപ്പോൾ ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഉള്ളവൻ ഇല്ല
എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട ഉമർ ഖാദി വെളിയങ്കോട് ഉമർ ഖാദി റഹ്മത്തുള്ളാഹി തങ്ങളോട് ചോദിച്ചു, എന്താണ് ഈ ചില ഔലിയാക്കൾ ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്? അല്ലാഹ് അല്ലാതെ ഉള്ളവരില്ല നമ്മളൊക്കെ ഇല്ലേ? അപ്പോൾ ഉമർ ഖാദി റഹിമഹുല്ലാഹ് ചൊല്ലി, എന്താ ചൊല്ലിയത്? ലദുൽ ബസീറത്തി നാദിറൻ നഹ്വൽ അസർ ബല്ലിൽ മുഅസ്സിരി ബിദ്ദുഹൂനി അനിൽ അസർ ഫയറാ ബിഫിലിൻ ഫാഇലൻ ഹാലൻ നദർ ഫീ കുല്ലി ശൈഇൻ ഫസ്സവാബു കമാ ദുകിർ. ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ചൊല്ലി, ഉൾക്കാഴ്ചയുള്ള ആളുകൾ എടോ നിന്നെപ്പോലെ കണ്ണിന്റെ കാഴ്ച മാത്രമല്ല, വളരെയേറെ ചിന്തിക്കുന്ന ഉൾക്കാഴ്ചയുള്ള ആളുകൾ. ആ ഉൾക്കാഴ്ചയുള്ള ആളുകൾ നിങ്ങളെ ബാഹ്യമായ നോട്ടമല്ല നോക്കുന്നത്, അവരെപ്പോഴും നോക്കുന്നത് ആന്തരികമായ നോട്ടമാണ്. അങ്ങനെ ആന്തരികമായ നോട്ടം നോക്കുമ്പോൾ ഫയറാ ബിഫിലിൻ ഫാഇലൻ ഹാലൻ നദർ ഫീ കുല്ലി ശൈഇൻ ഫസ്സവാബു കമാ ദുകിർ. അപ്പോൾ ഒരു കാര്യം കാണുമ്പോൾ ആ കാര്യം ഉണ്ടാക്കിയവൻ ആരാണ് എന്നതിലേക്കാണ് അവരെ മനസ്സ് പോകുന്നത്, ഈ കാര്യത്തിലേക്കല്ല. ഈ കാര്യം ഉണ്ടാക്കിയവൻ ആര്, അതിലേക്കാണ് അവരെ മനസ്സ് നീങ്ങുന്നത്. അപ്പോൾ അവർ പറയും, ഇതല്ല വിഷയം, ഇതല്ല വിഷയം, മറിച്ച് ഇതിനെ ഉണ്ടാക്കിയവനാണ് വിഷയം. ഇതല്ല ഉള്ളത്, യഥാർത്ഥത്തിൽ ഉള്ളവൻ ഇതിനെ ഉണ്ടാക്കിയവനാണ്, അവൻ ഉണ്ടാക്കിയിട്ടുണ്ടായത് മാത്രമാണിത്. അങ്ങനെ ലോകത്തുള്ള ഏത് സൃഷ്ടികളെ സംബന്ധിച്ചും സൃഷ്ടി അല്ല പ്രശ്നം, സൃഷ്ടാവാണ് പ്രശ്നം. സൃഷ്ടി മുഴുവനും സൃഷ്ടാവിനെ അറിയിക്കുന്നതാണ്. ഈ അർത്ഥത്തിൽ സൃഷ്ടി സൃഷ്ടാവിനെ അറിയിക്കുന്നു എന്ന അർത്ഥത്തിൽ അവർ പറയുന്ന വാചകങ്ങളാണ് ചിലപ്പോൾ ലാ ഐന ഇല്ലല്ലാഹ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ടാകും. അതിനർത്ഥം കണ്ണ് യഥാർത്ഥത്തിൽ അതല്ല, മറിച്ച് കണ്ണ് അതല്ല യഥാർത്ഥത്തിൽ ഉള്ളത്, ഉള്ളവൻ അല്ലാഹു മാത്രമാണ്, കണ്ണ് അല്ലാഹു ഉണ്ടാക്കിയിട്ടുണ്ടായത് മാത്രമാണ്. ഈ അർത്ഥത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് അതേ പുസ്തകത്തിന്റെ ഇപ്പുറത്തെ പേജിലുണ്ട്. അത് നോക്കാൻ ഈ മൗലവിക്കും സന്മനസ്സുണ്ടായില്ല. സുന്നികളെ എങ്ങനെയുണ്ട് മുശ്രിക്കാക്കാൻ എന്ന ധാരണയിലുള്ള വെപ്രാളത്തിൽ മൗലവി അത് നോക്കിയില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് കണ്ടോ? അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താ? അതെ, ലാ കണ്ണ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ ഉള്ളൂ, ഉള്ളവൻ അള്ളാഹു മാത്രമാണ്, കണ്ണുള്ളതിൽ പറയാനില്ല. ഈ അർത്ഥത്തിലാണ് പണ്ഡിതന്മാരത് വിശദീകരിച്ചത്. ഉമർ ഖാദി അത് വിശദീകരിച്ചിട്ട് അദ്ദേഹം പാട്ടുപാടി വിശദീകരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരടക്കടക്ക് അങ്ങനെയൊക്കെ പറയാറുണ്ട്. എത്ര നല്ല വിശദീകരണ! ഇങ്ങനെ വിശദീകരിച്ചാൽ മുജാഹിദീങ്ങൾ അങ്ങ് പോകും എന്നാണ് ആര് വിചാരിച്ചത്? നമ്മുടെ പേരുടെ മുസ്ലിയാരെ വിചാരിച്ചത്. പക്ഷെ മുജാഹിദ് പോയില്ല, ചോദ്യം ചെയ്തു, വിചാരണ നടത്തി മുജാഹിദീങ്ങള്. ഇനി വിധിയും പറയും, മനസ്സിലായോ? അങ്ങനെ വിചാരണ നടത്തി കഴിഞ്ഞ അവസാനം ഇയാൾ പെരിങ്ങാടിയിലേക്ക് പോയി. പെരിങ്ങാടിയിലേക്ക് ചെന്നു. പെരിങ്ങാടി ചെന്നപ്പോ ഒരു സുന്നി സുഹൃത്ത് തന്നെ ഈ വീരാന ഉലിയാപ്പാപ്പ എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകം ഉയർത്തിയിട്ട് ചോദിച്ചു, ഇതിൽ കുറെ ദിക്റുണ്ടല്ലോ, ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ എന്നൊക്കെ ദിക്റ്. ആ ദിക്റിനെ കുറിച്ച് എന്താ അവസ്ഥ പറയാനുള്ളത്? അപ്പൊ പേരോട് പറഞ്ഞ മറുപടി അതാ ഇനി നിങ്ങൾ കാണേണ്ടത്. അറബിക്ക് മനുഷ്യൻ, ഈ എന്താണ് അയാളുടെ പേര്, KVM ബന്ധാവ്. അയാളൊരു അറബിക്ക് മനുഷ്യയാണ്, ഒരു ചെറിയ മാനസിക രോഗിയാണ്. ഈ പുസ്തകം എഴുതി അയാൾ ചെറിയ മാനസിക രോഗിയാണ്. അയാൾ മാനസിക രോഗിയാണെന്ന് അറിയാത്ത ഏതെങ്കിലും മൊയ്ലിയാര് ചിലപ്പോൾ അയാൾ ഭയങ്കര മൊയ്ലിയാരെന്ന് ചിലപ്പം പറഞ്ഞു എന്ന് വരാം, അല്ലെങ്കിൽ എഴുതിന്ന് വരാം. ഇതുപോലെ ഇമാം ബുഖാരി ഒരാൾ ലൈഫാന്ന് പറയുമ്പോ വേറെ ഇമാം മുസ്ലിം ചിലപ്പോ അയാൾ സഹിയാണെന്ന് പറഞ്ഞു. കാരണം ലൈഫാന്നുള്ള വിവരം ഇമാം മുസ്ലിമിന് കിട്ടിയിട്ടുണ്ടാവില്ല. ഇതുപോലെ ഏതെങ്കിലും ഒരു മൊയ്ലിയാര് ഇയാൾ നല്ല ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആളാണ് നിങ്ങളുടെ ബുക്കിലുണ്ടല്ലോ എന്നൊന്നും ചോദിക്കണ്ട, അല്ല അയാളും വിവരം അറിഞ്ഞിട്ടുണ്ടാവില്ല, എനിക്ക് അറിയുന്നുണ്ടാ പറഞ്ഞു. അയാളൊരു മാനസിക രോഗിയാണ്. അദ്ദേഹം ഒരു അറബിക്ക് മനുഷ്യയാണ്, മാനസിക രോഗിയാണ്. ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ അയാൾ പറയുന്നുണ്ട്, എഴുതണ്ടാന്ന് ഞാൻ വിചാരിക്കും, പക്ഷെ എന്റെ പെണ്ണോണ്ട് വലതു എഴുതി പോകുന്നു. ഇതിൽ തന്നെ അയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ മാനസിക രോഗിയായ മൗലവിന്റെ ബുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഈ ഹുസൈൻ സലഫി എന്ന് പറയുന്ന ആള് ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ഇതാ സുന്നികളെ ദിക്റുന്നത്. ഞങ്ങളൊക്കെ സുന്നികളെ, ഞങ്ങളാരും അങ്ങനെയല്ല. അപ്പോ ഈ ഔലിയാക്കന്മാർ, നേരത്തെ പറഞ്ഞ ഔലിയാക്കന്മാരൊന്നും സുന്നികളല്ലേ? ഏയ്, അപ്പൊ സഹോദരങ്ങളെ, മാനസിക രോഗിയാണെന്ന് KVM ബന്ധാവര് മാനസിക രോഗിയാക്കി മൂപ്പര് തടിതപ്പാൻ നോക്കുകയാണ്. അങ്ങനെ മൂപ്പര് പറഞ്ഞു നോക്കിയാണ്ട് മാനസിക രോഗത്തിന് തെളിവെന്താ? എഴുതണ്ട എന്ന് ഞാൻ വിചാരിക്കും, പക്ഷേ അറിയാതെ എന്റെ വെന്നുകൊണ്ട് ഞാൻ എഴുതി പോകും. അതാണ് മാനസിക രോഗത്തിന്റെ ലക്ഷണം. അങ്ങനെയാണെങ്കിൽ ഇയാളോ പറയണ്ട എന്ന് മൂപ്പര് വിചാരിക്കും, പക്ഷെ അറിയാതെ പലതും പറഞ്ഞു. അതിന്റെ ഉദാഹരണം നേരത്തെ നമ്മൾ കണ്ടത്. അപ്പൊ അറിയാതെ പറഞ്ഞു പോയി മൂപ്പര്, അതുകൊണ്ട് അവസാനിച്ചോ ഇല്ല. അപ്പൊ KVM ബന്ധാവിനൊന്ന് മാനസിക രോഗിയാക്കി നോക്കി. അങ്ങനെ പറഞ്ഞാലും മുജാഹിദീങ്ങൾ വിടുന്ന വിചാരിച്ച്